കൂടെ ശംസുൽ ഉലമയുടെ കൂടെയൊക്കെ ഒരു കാലത്ത് ദീർഘമായി സഞ്ചരിച്ചതും നിരവധി പരിപാടികളിൽ പങ്കെടുത്തതും ഞാൻ ഓർക്കുകയാണ്. ശംസുൽ ഉലമയെ കുറിച്ചൊക്കെ പറയുമ്പോൾ സാധാരണ പറയും വളരെ ഗൗരവമുള്ള ആളാണ്, വളരെ വലിയ ഗൗരവക്കാരനാണ്. ശരിയാണ്, പെട്ടെന്നങ്ങട്ട് കടന്നു ചെന്ന് കയറാൻ, പെട്ടെന്നങ്ങട്ട് ഹെഡ് ചെയ്ത് മുന്നോട്ട് ചെയ്ത് പോകാൻ കഴിയാത്ത വിധമുള്ള ഒരു ഗാംഭീര്യം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ചൂടി നിന്നിരുന്നത് എല്ലാവരും കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുള്ളതാണ്. വഖാർ എന്ന് സാധാരണ പറയുന്ന ഒരു സംഗതി. പക്ഷെ എന്റെ അനുഭവം ഞാൻ പറയാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ നന്ദി ദാറുസ്സലാം അറബി കോളേജിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെ ഞാൻ പലപ്പോഴും അതിലൂടെ കടന്നു പോകുമ്പോൾ ശംസുൽ ഉലമയുടെ ദർസ് മസ്ജിദിൽ നടക്കുന്ന സമയത്ത്, അത് ബുഖാരിയുടെ മജ്ലിസൊക്കെ ആവുമ്പോൾ ആ വഴിക്ക് പോകുമ്പോൾ അവിടെ ഇരിക്കുകയും അദ്ദേഹം വളരെ താല്പര്യത്തോടെ പിറകിൽ നിന്ന് എന്നെ മുമ്പിലേക്ക് കൊണ്ടുപോയി മസ്ജിദിൽ നന്ദി റോഡിന്റെ ഓരത്തുള്ള ഒക്കെ ഞാൻ അവിടെ എത്തിയപ്പോൾ ഓർത്തു. അപ്പൊ ഞാനതവിടെ സൂചിപ്പിച്ച പോലെ എവിടെയും ഓർത്തു പോകുന്ന എന്റെ അനുഭവം മറിച്ചാണ്. വളരെ വലിയ വാത്സല്യമായിരുന്നു അദ്ദേഹം കാണിച്ചത്. അടുത്തിടപഴകാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. കൂടെ ഇരുത്തി അദ്ദേഹത്തിന്റെ സീറ്റിൽ കാറിലിരുന്ന് രാത്രി കാലങ്ങളിൽ, അന്ന് അങ്ങനെയുള്ള ഒരു സമയമായിരുന്നു. ശരീഅത്ത് വിവാദം തൊട്ട് പിറകെയുണ്ടായ വേറെ കുറെ പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, അതിനൊക്കെ ഇടയിൽ ഒന്നിച്ച് സഞ്ചരിച്ച ഒരു കാലം മനസ്സിൽ നിന്ന് മായാത്തതാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നാളെയൊക്കെ ഓർക്കുമ്പോ, പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ അതൊക്കെ ഒരു അഭിമാനമുണ്ടാക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ്, ഇതൊരു ഓർമ്മയുടെ ചടങ്ങായതുകൊണ്ട് ഞാൻ ആ സംഗതികൾ ഓർത്തു പോകുന്നത്. കെ.ടി. മാണി മുസ്ലിയാർ അവരൊക്കെ നൽകിയ സ്നേഹം ആണ് ഞാൻ ഇവിടെ പരാമർശിക്കാൻ ആഗ്രഹിച്ചത്. അവരുടെ പാണ്ഡിത്യമോ അവരുടെ ഔന്നത്യമോ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതും എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതും സർവസമ്മതമായിട്ടുള്ളതുമായ കാര്യങ്ങളാണ്. ഞാനൊരിക്കൽ വില്യാപ്പള്ളി യതീംഖാനയുടെ ഒരു വാർഷികത്തിൽ സംസാരിക്കുകയായിരുന്നു. ഞാൻ ദീർഘിച്ച് കഥ പറയല്ല, ഇവിടെ മറ്റു പലതും സംസാരിക്കാനുണ്ട്. ചില്ലറ കാര്യങ്ങൾ ഓർത്തു പോകുന്നു ജാമിയയുടെ വേദിയിലെത്തുമ്പോ എന്ന് കരുതിയാൽ മതി. ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാരും ഉസ്താദുമാരും താഴെയും ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വം നമ്മളൊരു കുടുംബം പോലെ ഒരു സദസ്സിലിരിക്കുമ്പോ ഇങ്ങനെ ചില കാര്യങ്ങൾ ഒരു അനുസ്മരണം പോലെ ഓർത്തു പോകുന്നത് അഭംഗിയാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ശംസുൽ ഉലമ യോഗം ഉദ്ഘാടനം ചെയ്തിട്ട് അദ്ദേഹം പോയി ഇരിപ്പിടത്തിലിരുന്നു. എന്നോട് പറഞ്ഞു, നമുക്ക് പ്രസംഗിച്ചിട്ട് ഒന്നിച്ചു പോകാമെന്ന് പറഞ്ഞു. അതിനിടയിൽ അടുത്തതായിട്ട് ഞാൻ സംസാരം തുടങ്ങി. ഞാൻ സംസാരം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ എന്റെ തോളിൽ ആരോ ഒന്ന് തൊടുന്ന പോലെ തോന്നി. പ്രസംഗത്തിനിടയിൽ അത് എന്താണ് മനസ്സിലായില്ല, പ്രസംഗത്തിന്റെ ഒരു ശ്രദ്ധയിലായിരുന്നു. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോ ശംസുൽ ഉലമ വേദിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് എന്റെ തോളിൽ തട്ടുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അത് സമാധാനി, ഞാൻ ഒന്നും കൂടി പ്രസംഗിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഒരുപക്ഷെ പ്രസംഗ ചരിത്രത്തിൽ തന്നെ ഡോക്ടർ സുകുമാർ അഴീക്കോട് ആശുപത്രി കടന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ ഇടയ്ക്ക് കാണാൻ പോയിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നു, സമാധാനി പ്രസംഗ അനുഭവങ്ങളെ കുറിച്ചൊരു പുസ്തകം എഴുതണം എന്ന്. അതൊരു വലിയ വിഷയമാണ്, പ്രസംഗത്തെക്കുറിച്ചല്ല. അത് അദ്ദേഹം പറഞ്ഞു, പ്രസംഗത്തെക്കുറിച്ച് മലയാളത്തിൽ കുറെ പുസ്തകങ്ങളുണ്ട്, അത് നിങ്ങൾ എഴുതണ്ട, നിങ്ങൾ പ്രസംഗ അനുഭവങ്ങളെ കുറിച്ച് എഴുതണം എന്ന് അദ്ദേഹം ഒരു വസിയത്ത് പോലെ ആശുപത്രിയിലെ അന്ത്യ ദിവസങ്ങളിൽ പറഞ്ഞത് എന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. പ്രസംഗ അനുഭവങ്ങൾ, ഓരോ സ്ഥലത്ത് പോയി ഓരോ തരത്തിലുള്ള യോഗങ്ങൾ, പല സംഗതികളും അതിലുണ്ടാവും. ചിരിക്കാനും കരയാനും ഓർത്ത് രസിക്കാനും അഭിമാനം കൊള്ളാനും. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദ് പ്രസംഗിക്കുന്നു പറഞ്ഞു. ഞാനപ്പൊ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇമാം റബ്ബാനി, മുജദ്ദിദ് അൽഫസാനി, ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ചാണ്. ഒക്കെ എന്റെ മനസ്സിൽ പച്ച പിടിച്ച് കിടക്കുന്നുണ്ട്. അദ്ദേഹം വന്ന പ്രസംഗം തുടങ്ങി. അരമണിക്കൂർ പ്രസംഗിച്ചിട്ട് പറഞ്ഞു, ഇനി സമാധാനി തുടരുന്നു പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ഒരു ചേർച്ച, അത് വല്ലാത്തൊരു ചേർച്ചയായിരുന്നു.
എന്നിട്ട് ഒന്നിച്ചു മടങ്ങി. വള്ളിമാട് ഒന്നിലേക്ക് ഒന്നിച്ചു പോയി, അദ്ദേഹത്തിന്റെ വീട് വരെ പോയി, അവിടുന്ന് മടങ്ങി ഞാൻ. ഇങ്ങനെയൊക്കെയുള്ള മഹത്തുക്കളുടെ ഓർമ്മകളാണ്. ഇതുപോലൊരു സ്ഥാപനത്തിൽ വന്നു നിൽക്കുമ്പോൾ എന്തായിരുന്നു ആ പ്രസംഗം? ഞാൻ ചിലപ്പോ അന്നൊക്കെ ശംസുലുമ പ്രസംഗിക്കുന്നത് എന്റെ സ്നേഹിതന്മാരോട് അനുകരിച്ച് കാണിക്കുമായിരുന്നു. അതേമാതിരി അതിനോടുള്ള ഒരു പ്രത്യേക പ്രതിപത്തി കൊണ്ട് ശുദ്ധ മലയാളത്തിൽ ഈ മൈതാനിയിൽ എത്ര ആ ശബ്ദവീജികൾ ഈ അന്തരീക്ഷത്തിൽ ലയിച്ചു കിടക്കുന്നുണ്ട് ആലോചിച്ച് നോക്കി. ശംസുലുമ പ്രസംഗത്തിനാണ് ഈ പറയും. ചിന്തിക്കും, ആലോചിച്ച് നോക്കി, ചിന്തിക്കും. ചിന്തിക്കൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു അരമിനിറ്റ് മൗനമാണ്. അത് സദസ്സിന് ചിന്തിക്കാനുള്ള സമയമാണ്. അങ്ങനെ ഒരു പ്രസംഗം. ശംസുലുമയെ പറ്റി പലരും എഴുതിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ പ്രസംഗ രീതിയെ പറ്റിയൊന്നും വേണ്ടത്ര എഴുതപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിന്തിച്ചു നോക്ക്. പ്ലാവിൽ നിന്ന് ചക്ക മാത്രമേ കിട്ടുകയുള്ളൂ. ആലോചിക്കും. കേട്ടാത്തൊന്നൊരു സാധാരണ കാര്യമാണ് എന്ന്, പക്ഷെ വലിയൊരു തത്വമാണ് ആ പറയുന്നത്. പ്ലാവിൽ നിന്ന് ഈ മാങ്ങ പ്രതീക്ഷിക്കേണ്ടതാണ് പറയുന്നത്. പ്ലാവിൽ നിന്ന് മാങ്ങ പ്രതീക്ഷിക്കേണ്ട ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു ആ പ്രസംഗത്തിന്റെ, അത് ആളുകളുടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള രസകരമായ അനുഭവങ്ങളാണ്. കോഴിക്കോട് മുഗൾ ഓഡിറ്റോറിയത്തിൽ ഒരു വലിയ ആലോചന നടക്കുന്നു. ഒരു വലിയ വിഷയത്തിലേക്ക് എല്ലാവരും ഇറങ്ങാൻ പോകണം. അദ്ദേഹം പറഞ്ഞു, എല്ലാവരും ഈ വിഷയത്തിൽ ഇറങ്ങണം. ഒരു പേര് മാത്രം ഞാൻ പറയാം, സമദാനി എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ഇരുന്നു. ശംസുലുലമ രണ്ടാമതൊരു പേര് പറഞ്ഞില്ല. ഞാനെന്നൊരു പയ്യനാണ്. അപ്പൊ അവരൊക്കെ ചുരുങ്ങി നൽകിയ വാത്സല്യം, ആ വാത്സല്യത്തിന്റെ തണലിൽ വലിയ വലിയ ഗുരുജനങ്ങളുടെ അത്തരം സാമീപ്യങ്ങളാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് വലിയ വലിയ മഹത്വം നൽകുന്നത്. അവരൊക്കെ നടന്നുപോയ വഴികളാണിത്. എന്തായിരുന്നു ശംസുലുമയുടെ ഒക്കെ ദർസ്? അത്ഭുതകരമായ ദർസായിരുന്നു. ബുഖാരിയൊക്കെ ദർസ് എടുക്കുന്ന സമയത്ത് ഹദീസ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ചിലപ്പോ സ്വന്തമായ ഒരു തഹ്ഖീഖിലേക്ക് അദ്ദേഹം കണ്ട് കടക്കും. ചില സംഗതികളെ വിശദീകരിക്കുന്ന സമയങ്ങളിൽ ചില മുൻഗണന പണ്ഡിതന്മാരെ കുറിച്ചൊക്കെ നിരൂപണം നടത്തും. അതാണ് അവരുടെ അഭിപ്രായം, ഇതാണ് എന്റെ അഭിപ്രായം എന്ന് പറയും. അത് പറയാനുള്ള തലയെടുപ്പും അത് പറയാനുള്ള അറിവിന്റെ ആഴവും അവർക്കുണ്ടായിരുന്നു. ഇവരൊക്കെ നടന്നുപോയ വഴികളാണിത്. ജാമിയയുടെ മുറ്റത്തൂടെ നടക്കുമ്പോൾ ഒരു പക്ഷേ ഹൃദയം മന്ത്രിക്കും, ഇസ്രാഹ് സേ ഗുസ്റാ ഹെ കോയി. रमन खान साहब, हमारे जो अजदाद और असलाफ यहाँ जो गुजरे हैं, इसी तरह के इल्मी तहरीक के जो रहनुमा थे माजी में, जब हम इस रास्ते में चलते तो हमें याद आएगा, तो हमसे हमारे दिल से एक पुकार आएगा, इस राह से गुजरा है कोई. നമ്മൾ ഇതിലൂടെ നടന്നു പോകുമ്പോൾ പക്ഷേ നമ്മുടെ ഹൃദയം മന്ത്രിക്ക് ഇതിലൂടെ ആരോ നടന്നു പോയിട്ടുണ്ടല്ലോ, ആരോ മുൻഗാമികൾ നടന്നതിന്റെ അടയാളമാണല്ലോ ഈ കാണുന്നത്. അത് ചെറിയ മുൻഗാമികളായിരുന്നില്ല, വലിയ വലിയ ആളുകളായിരുന്നു. വാഫക്കി തങ്ങളുടെ നിസ്കാരക്കുപ്പായ എന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന ആ വലിയ വലിയ അപ്പൊ അറബിയിൽ നിന്ന് വന്നിട്ടുള്ള ഷെയ്ഖ് ജീലി ഹഫിളഹുല്ലാഹു വറആഹ്, അവരെ പോലുള്ളവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലുള്ള ലിബാസ് അതൊക്കെ ഇട്ടിട്ട് ബാഫക്കിത്തങ്ങൾ കടന്നുപോയതാണ് ഇതിലൂടെ. അതിന്റെ മുകളിലൊരു കറുത്ത കോട്ട്, അതൊന്നുമില്ലാതെ പൂക്കോയത്തങ്ങൾ. രണ്ടു പേരും തമ്മിൽ ശരീരം കൊണ്ട് കണ്ടാൽ വലിയ വ്യത്യാസമാണ്. ബാഫക്കിത്തങ്ങൾ ആജാന ബാഹുവാണ്, പൂക്കോയത്തങ്ങളും കുറിയ ചെറിയ മെലിഞ്ഞ. എന്നാലോ ശക്തിയുടെ ഹിമാലയമായിരുന്നു പൂക്കോയത്തങ്ങൾ. ഇങ്ങനെയുള്ള ആള് മഹത്തുക്കൾ. അത് ഇന്ന് അത്തരം കാര്യങ്ങളൊക്കെ പുതിയ തലമുറ ഓർക്കുകയും
ഇത്തരം സ്ഥാപനങ്ങളുടെ കഴിഞ്ഞകാല മഹത്വത്തെ തിരിച്ചറിയുകയും ചെയ്യേണ്ടതായിട്ടുള്ള സമയമാണ്. പോയത് പോയി, ഇനി തിരിച്ചു വരില്ല. ഉസ്താദ് മാനു മുസ്ലിയാർ ദാറുൻ നജാത്തിലേക്ക് എന്നെ വിളിച്ചത് പലപ്പോഴും പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അന്ത്യത്തിന് തൊട്ടു മുമ്പ് അവിടെ പോയപ്പോ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാനങ്ങനെ കടന്നില്ല. അപ്പൊ അദ്ദേഹം പ്രസംഗത്തിനിടയിൽ പറയാൻ തുടങ്ങി, എന്റെ പേര് വലുതാ വരണം. എനിക്ക് എന്നോട് വിഷമം തോന്നി. അദ്ദേഹത്തെ പോലെ വലിയ പണ്ഡിതൻ നമ്മളൊരു സദസ്സിലേക്ക് കയറി വരുന്നത്, നമ്മൾ ഈ സദസ്സിലേക്ക് കയറി വരുന്നത് വലിയ ആളുകൾ ഉണ്ടാവുമ്പോ പറയുന്നത് തന്നെ ഉത്തമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വലിയ ആളുകളൊക്കെ അവിടെ ഇരിക്കുമ്പോ അതിന്റെ സംസാരത്തിന് ഒരു തടസ്സം ഉണ്ടാക്കുന്ന മാതിരി. പക്ഷെ അതേ എന്റെ പേര് പറയാം, എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പറയരുതെന്ന് പറയാൻ പറ്റുമോ? അത് കഴിഞ്ഞിട്ട് മാനു മുസ്ലിയാർ തട്ടിന്റെ മുകളിൽ കൊണ്ടുപോയി. ഞാൻ കഴിഞ്ഞ ദിവസം ഏതോ ഒരു സ്ഥലത്ത് അത് അനുസ്മരിച്ചു. ദാറുൻ നജാത്തിലൊന്നും അല്ല, അതൊക്കെ ഇടക്കിടക്ക് ഓർമ്മ വരും. അതിന് കരുവാനെ കൊണ്ട് പോണ്ട, അല്ലാതെ തന്നെ ആ സ്നേഹം ഓർമ്മ വരും. മാനു മുസ്ലിയാർ എന്റെ പാത്രത്തിൽ പത്തിരിയിട്ടു. ഇവിടെ എന്റെ സ്നേഹിതൻ വാക്കോട് ഇവരെല്ലാവരും പുത്തനെ പൈസ ഇവരൊക്കെ ഇവിടെ ഉണ്ട്. എന്റെ പാത്രത്തിൽ പത്തിരിയിട്ടു, പിന്നെയും പത്തിരിയിട്ടു, പിന്നെയും ചാറഴിച്ചു. അത് അദ്ദേഹത്തിന്റെ ഒടുക്കത്തെ സൽക്കാരമായിരുന്നു. ഞാൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, എനിക്കിന്ന് ഭക്ഷണേ വേണ്ട, ഉച്ചക്കെന്നല്ല വൈകുന്നേരമാണ്, പകലാണ് ഈ പരിപാടി, രാത്രിയും ഭക്ഷണം വേണ്ട. അതെ, എന്നെ മാനു മുസ്ലിയാർ ഉസ്താദ് ഭയങ്കരമായിട്ട് തീറ്റിപ്പിച്ചു എന്ന് ഞാൻ വീട്ടുകാരോട് പറഞ്ഞു. അത്രത്തോളം എന്റെ വയറല്ല, ഹൃദയം നിറഞ്ഞുപോയി. കാരണം അദ്ദേഹം വിളമ്പിയത് ആ സ്നേഹത്തോടു കൂടിയായി. അത് കഴിഞ്ഞ് ജമിയത്തുൽ മുഅല്ലിമീന്റെ യോഗത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ മാനു മുസ്ലിയാർ അപ്പുറത്തിരിക്കുന്നു. അതിന്റെ 4 ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തോട് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു ഒരു പ്രധാന കാര്യത്തെക്കുറിച്ച്. ഉസ്താദ് മാനു മുസ്ലിയാരുടെ മുഖം ഇങ്ങനെ വേർക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ആരോടെ പറഞ്ഞു, എന്താ ഉസ്താദ് ക്ഷീണിക്കുന്നല്ലോ. അപ്പൊ ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വെള്ളക്കുപ്പി അങ്ങോട്ട് കൊടുത്തിട്ടത് കൊടുത്തു. ഇതാണ് മാനു മുസ്ലിയാർ അവസാനമായി കുടിച്ച വെള്ളം എന്നത് എന്റെയും അഭിമാനമാണ്. അതൊന്നും അറിഞ്ഞിട്ടില്ല. മുഖം വേർതിരിക്കുന്നത് കണ്ടപ്പോ ക്ഷീണുണ്ടാവും, വെള്ളം കുടിച്ചേക്കുന്ന എന്റെ അടുത്ത ആളോട് ഞാൻ പറഞ്ഞു അങ്ങോട്ട് കുടിക്കുന്നു പറഞ്ഞു. അത് കുടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ ജമിയത്തുൽ മുഅല്ലിമീന്റെ കടപ്പുറത്തെ സമ്മേളന വേദിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ എന്നെ നോക്കി ചിരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ സ്നേഹിതൻ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയാറുള്ളത്, അതിനുശേഷം പിന്നെ സംസാരിച്ചിട്ടില്ല, സംസാരിക്കാൻ അവസരമൊന്നും ഉണ്ടായിട്ടില്ല. നേരെ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക്, അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഇങ്ങനെയൊക്കെയുള്ള സാത്വികന്മാരാണ്, ഇൽമിന്റെ അഹ്ലുകാരാണ് ഇവിടെ ഇൽമ പ്രചരിപ്പിച്ചത്. റഹ്മാൻ ഖാൻ സാഹിബ് ഇവിടെ സൂചിപ്പിച്ചു, മതം ശാന്തിയും സമാധാനവും സ്നേഹവുമാണ് നൽകുന്നത്. പക്ഷെ ഇന്നിപ്പോ സൂക്ഷിക്കേണ്ട ഒരു സംഗതി, ഈ മതത്തെ രാഷ്ട്രീയ താല്പര്യങ്ങൾ റാഞ്ചിയെടുക്കുന്നതിനെതിരെ മതവിശ്വാസികൾ ജാഗ്രത പാലിക്കണം. ലോകത്ത് എവിടെയൊക്കെ കുഴപ്പങ്ങൾ നടക്കുന്നുണ്ടോ അതിന്റെ ഒന്നും പിറകിൽ മതമല്ല, മതത്തിന്റെ മേലങ്കി അണിഞ്ഞ രാഷ്ട്രീയ താല്പര്യങ്ങളാണ്. അത് തിരിച്ചറിയാൻ ആദ്യമായിട്ട് കഴിയേണ്ടത് മതങ്ങൾക്ക് തന്നെയാണ്, മതവിശ്വാസികൾക്കാണ്. ഓരോ രാജ്യത്ത് നടക്കുന്ന കുഴപ്പങ്ങളോ ഭീകരതയോ അതുപോലുള്ള അക്രമ പ്രവർത്തനങ്ങളോ അതിന്റെ ഒക്കെ പിറകിലുള്ളത് ഓരോ വർഗത്തിന്റെ, വിഭാഗത്തിന്റെ, ഗോത്രത്തിന്റെ, പാർട്ടിയുടെ രാഷ്ട്രീയമായിട്ടുള്ള അജണ്ടകളാണ്, അല്ലാതെ മതമല്ല. പക്ഷേ മതത്തിന്റെ വേഷമാണ് അവർ അണിയുന്നത്, മതത്തിന്റെ മേലങ്കിയാണ് അവർ അണിഞ്ഞു നടക്കുന്നത്. അതുകൊണ്ട് ജനമത് മതമാണോ എന്ന് വിചാരിക്കുകയാണ്. അത് മതമല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയാവുന്ന രീതിയിൽ മതത്തിന്റെ ശാന്തിയും സ്നേഹവും പ്രചരിപ്പിക്കേണ്ട ഒരു കാലമാണിത്. അത് പറയാനാണ് ഞാൻ ഈ മഹത്തുക്കളെ ഇവിടെ ഓർത്തത്. ഇവരുടെയൊക്കെ ജീവിതത്തിലൂടെ നമ്മൾ എന്താ കണ്ടത്? അവരൊക്കെ മതം പഠിപ്പിച്ചു, അറിവ് പഠിപ്പിച്ചു. എന്താ അവർ പഠിപ്പിച്ചത്? ഈ നേതാക്കന്മാരെന്താ നൽകിയത്? ഞാൻ ഇവിടെ സൂചിപ്പിച്ച മഹത്തുക്കളായ നേതാക്കന്മാർ സമാധാനം ചൊരിഞ്ഞു നൽകി, സ്നേഹം അവർ നൽകി. അവരൊരിക്കലും അക്രമമോ വൈരമോ അവർ കൊണ്ട് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല.
പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാരുണ്യമാണ് അവർ ലോകത്തിന്റെ മുമ്പിൽ വെച്ചത്. ഇർഹമൂ മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോടൊക്കെ നിങ്ങൾ കരുണ കാണിക്കൂ. യർഹമുക്കും മൻ ഫിസ് സമാ, എങ്കിൽ മാനത്തുള്ള കാരുണ്യവാനായ അല്ലാഹു നിങ്ങളോടും കരുണ കാണിക്കും എന്നാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ബോധിപ്പിച്ചത്. മദീനയിലേക്ക് പരിശുദ്ധ റസൂൽ, ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. മഗ്രിബിലേക്ക് അധികം സമയമില്ല. ഇവിടെ വേറെയും നേതാക്കൾ സംസാരിക്കാനുമുണ്ട്. പരിശുദ്ധ റസൂൽ മദീനയിൽ ഹിജ്റ വരുന്ന സമയത്ത് ഒരു യഹൂദ പണ്ഡിതൻ കാണാൻ വേണ്ടി പോയി. ദാ വരുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ യഹൂദ പണ്ഡിതൻ പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഉദ്ദേശം കൂടിയുണ്ട്. വരാൻ പോകുന്ന ഒരു അന്ത്യപ്രവാചകനെ പറ്റി യഹൂദ ഗ്രന്ഥങ്ങളിൽ ഇഷ്ടം പോലെ പ്രവചനങ്ങളുണ്ട്. അതൊക്കെ പഠിച്ചു മനസ്സിലാക്കിയ ഒരു യഹൂദ പണ്ഡിതനാണ്. അദ്ദേഹം ചെല്ലുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളംബരം ചെയ്യുന്നതായിട്ട് അദ്ദേഹം കേൾക്കുന്നത് അത്ഇമു തആമ വഫ്ശു സലാമ സല്ലു വന്നാസു നിയാം എന്ന വാക്കുകളാണ്. ആളുകളെ അന്നം കഴിപ്പിക്കൂ, എല്ലാവരെയും അഭിവാദ്യം ചെയ്യൂ, ആളുകളെ ഉറങ്ങിക്കിടക്കുമ്പോൾ എണീറ്റ് നിസ്കരിക്കൂ. ഇതാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വരുമ്പോ പറയുന്നതായിട്ട് കേട്ടത്. ഈ യഹൂദ പണ്ഡിതൻ അത്ഭുതപ്പെട്ടു പോയി. അത് തന്നെയാണ് യഹൂദികളുടെ വേദഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്ത് വരാൻ പോകുന്ന ഒരു അന്ത്യപ്രവാചകൻ ഇങ്ങനെ പറയും: അന്നം കഴിപ്പിക്കൂ, ഭക്ഷണം കഴിപ്പിക്കൂ, മനുഷ്യന്മാർക്ക് തീറ്റ കൊടുക്കൂ, ആളുകൾക്ക് തീറ്റയും കുടിയും കൊടുക്കൂ. അത് വലിയ കാര്യമാണ്. ലോകത്ത് എന്നത്തെ ആദർശം ഒരു പിടി ചോറാണ്, ഒരു പിഞ്ഞാണം കഞ്ഞിയാണ്, 2 കാരക്കാപ്പഴമാണ്, ഒരു പച്ചവെള്ളമാണ്, ഒരു പാത്രത്തിലെ പച്ചവെള്ളമാണ്. ഇത് കേട്ട പാടെ അദ്ദേഹം ഇസ്ലാം വിശ്വസിക്കുകയാണ് ചെയ്തത്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമാണത്. യഹൂദ വേദഗ്രന്ഥങ്ങളിൽ വളരെ അവഗാഹമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇത് കണ്ടപാടെ പുണ്യ റസൂലിന്റെ സഹാബിയായി, വിശ്വാസിയായി മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് ലോകത്തിന് വേണ്ടത് കരുണ പരത്തുക എന്നതാണ്, കാരുണ്യം പ്രചരിപ്പിക്കുക എന്നതാണ്, സ്നേഹം പരത്തുക എന്നതാണ്. അപ്പൊ ആ രീതിയിൽ ഈ കരുണ വ്യാപിപ്പിക്കുവാൻ, സ്നേഹം പരത്തുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കട്ടെ. അതുതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ മഹത്തുക്കളുടെ ഓർമ്മയും നമുക്കതിന് പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജാമിയയുടെ ഒരുപാട് സമ്മേളനങ്ങളിൽ വരും കാലത്ത് പങ്കെടുക്കാനുള്ള ദീർഘായുസ്സും ആരോഗ്യവും അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. ഇനിയും കുറെ സമ്മേളനങ്ങൾ കാണാനുള്ള ദീർഘമായ ആയുസ് നമ്മുടെ നേതാക്കന്മാർക്ക്, സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ മുതൽ ഇവിടെ ഇപ്പൊ ഇല്ലാത്തവരും ഉള്ളവരുമായ എല്ലാവർക്കും റബ്ബ് പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്.